അപ്പൊ ഹലോ ഗൈസ്, നമ്മുടെ ഏട്ടനൊരു കുഞ്ഞുവാവ് ഉണ്ടായിരുന്നു. അപ്പൊ അവരിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. രാവിലെ തന്നെ നല്ല മഴക്കാറാണ്. എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി. ഇത് നമ്മുടെ കൂടെ നമ്മുടെ മാമനും വരുന്നുണ്ട്. ആള് കൊച്ചിനെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റോപ്പ് എടുത്ത്, വേറെ ഒന്നുമല്ല, നമ്മുടെ അമ്മായിയുടെ അച്ഛൻ 2 ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റ് ആണ്. അങ്ങനെ അവിടെ കയറി അവരെയൊക്കെ കണ്ട് സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ മീനങ്ങാടി ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചു. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇവിടെ പാക്കിങ്ങും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. അറിയാലോ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ കൊള്ളിച്ച് ബാക്കി സാധനങ്ങളൊക്കെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ട് അങ്ങനെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിനോട് യാത്രയും പറഞ്ഞ് നമ്മൾ നേരെ വന്നത് അജുവിന്റെ വീട്ടിലേക്കാണ്. അതായത് വിജയന്റെ വൈഫിന്റെ വീട്ടിലേക്ക്. നമ്മളിവിടെ എത്തിയപ്പോൾ ഉച്ചയായി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. പിന്നെ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ചു നേരം സംസാരിച്ച് നിന്നിട്ട് നമ്മൾ മെല്ലെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഒറ്റ സ്ട്രെച്ചുള്ള കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം അവസാനം നമ്മൾ തിരിച്ച് വീടെത്തി. നമ്മളെത്തിയപ്പോ മാമനും പിള്ളേരൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത് മാമന്റെ മൂത്താള് പൊന്നു, ആൻഡ് ഇത് അടുത്ത ആൾ അച്ചു. അവക്കിന്ന് ശാസ്ത്രമേളയെ പങ്കെടുത്തിട്ട് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാണ് ആള്. അപ്പൊ എന്തായാലും അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗൈസ്.